നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അംഗത്തിന് തീയതിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടക്കും. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 26-ന്. വോട്ടെണ്ണൽ ജൂൺ 4-ന്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കച്ചമുറുക്കി സ്ഥാനാർത്ഥികൾ. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാൻ പാലക്കാട്ടെ എംപിക്ക് കഴിഞ്ഞില്ലെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ജനങ്ങൾക്ക് ഒരു എംപിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ 5 വർഷമെന്ന് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. ഈ തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചാൽ ജീവിതത്തിലെ അവസാനത്തെ വോട്ടവകാശം വിനിയോഗിക്കലാകുമെന്ന് മുൻ MLA PK ശശി. ജനങ്ങളുടെ വിഷയങ്ങൾ ഗൗരവത്തോടെ പാർലമെന്റിൽ ഉയർത്താൻ UDF MPമാർക്ക് കഴിഞ്ഞില്ലെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. ഷൊർണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 83 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി അതിവേഗ കോടതി. തമിഴ്നാട് സ്വദേശി 63-കാരനായ അൻപിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. അങ്ങാടിപ്പുറത്ത് ഇനി പൂരനാളുകൾ. പ്രസിദ്ധമായ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് ഞായറാഴ്ച. 11 നാൾ ഇനി പൂരവിരുന്ന്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ്. ജൂൺ 4-ന് വോട്ടെണ്ണൽ നടക്കും. 85 വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. രാജ്യത്തെ 543 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടക്കും. വോട്ടെടുപ്പിൻ്റെ തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ്. ഒറ്റഘട്ടമായാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 19-നാണ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം 4 സംസ്ഥാന നിയമസഭകളിലേക്കും വോട്ടെടുപ്പ് നടക്കും. 26 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും നടക്കും. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ആന്ധ്രാപ്രദേശിൽ മെയ് 13-നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒഡീഷയിൽ 2 ഘട്ടങ്ങളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ആകെയുള്ള 96.8 കോടി വോട്ടർമാരിൽ 1.8 കോടി വോട്ടർമാർ കന്നി വോട്ടർമാരാണ്. 47.1 കോടി സ്ത്രീ വോട്ടർമാരും 49.7 പുരുഷ വോട്ടർമാരും 48,000 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത്. തെരഞ്ഞെടുപ്പിനായി 55 ലക്ഷം വോട്ടിംഗ് മെഷീനുകൾ തയ്യാറാണെന്ന് കമ്മീഷൻ അറിയിച്ചു. 85 വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. 40% ശാരീരിക വെല്ലുവിളി ഉള്ളവർക്കും വീടുകളിൽ വോട്ടിന് സൗകര്യം ഏർപ്പെടുത്തും. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചതായി ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. കായികമായി തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താനുള്ള ശ്രമം ശക്തമായി തടയുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള ഇടപെടലുകൾ VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. 5 വർഷക്കാലത്തിനിടെ ഒരു പദ്ധതിയും പാലക്കാടിനായി നേടിയെടുക്കാൻ VK ശ്രീകണ്ഠന് ആയിട്ടില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം VK ശ്രീകണ്ഠനായിരുന്നു. അദ്ദേഹം അതിൽ പരാജയമാണ്. അദ്ദേഹത്തിന് ഒരു കേന്ദ്ര പദ്ധതി കൃത്യമായിട്ട് നടപ്പാക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ശ്രീകണ്ഠന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. അട്ടപ്പാടിയിലൊക്കെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം. അവിടെ കേന്ദ്ര ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ എല്ലാ പഞ്ചായത്തുകൾക്കും ഈ പദ്ധതി നടപ്പാക്കാനായിട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് നടപ്പാക്കപ്പെട്ടില്ല. 30-35% മാത്രമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ചെലവഴിക്കപ്പെടുന്ന തുക. 2024 മാർച്ച് 31-ന് അവസാനിക്കുന്ന പദ്ധതി. പാലക്കാട് രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുന്ന പദ്ധതി കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നടപ്പാക്കുന്ന കാര്യത്തിൽ, അത് മോണിറ്റർ ചെയ്യുന്ന കാര്യത്തിൽ, അതിൽ ഇടപെടുന്ന കാര്യത്തിൽ പാലക്കാട് MP എന്ന് പറഞ്ഞതിൽ VK ശ്രീകണ്ഠൻ പരാജയം. ഇത്തരത്തിൽ ഒരു MP എന്നുള്ള നിലയിൽ പരിപൂർണമായിട്ട് പരാജയപ്പെട്ട ഒരാളാണ് വീണ്ടും. ഇടതുപക്ഷ MPമാരുടെ കാലത്ത് പാലക്കാടിന് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ MPമാർ 96 മുതൽ പാലക്കാട് ഉണ്ടായിരുന്നു. പാലക്കാടിന് ഇടതുപക്ഷത്തിന്റെ MPമാരുടെ കാലഘട്ടത്തിൽ പാലക്കാടിന് നഷ്ടം മാത്രമേ ഉണ്ടായിരുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കപ്പെട്ടു. പാലക്കാടിന് 1ാം UPA സർക്കാരിന് പിന്തുണ കൊടുത്തത് ഇടതുപക്ഷമാണ്. ആ 1ാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കപ്പെടുന്നത്. അന്ന് പാലക്കാട് MP ആയിരുന്ന NM കൃഷ്ണദാസ് പറഞ്ഞത്
റെയിൽവേ ഡിവിഷൻ വെട്ടിക്കുറിക്കപ്പെടുന്നതിന് പകരമായിട്ട് പാലക്കാട്ടുകാർക്ക് കോച്ച് ഫാക്ടറി ഞങ്ങൾ സമ്മാനമായിട്ട് തരുന്നത് 5000 ആളുകൾക്ക് പ്രത്യക്ഷമായിട്ടും 5000 ആളുകൾക്ക് പരോക്ഷമായിട്ട് ജോലി കിട്ടുന്ന ഫാക്ടറിയാണ്. അതാണ് പാലക്കാട്ടുകാരെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ, മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, ജനറൽ സെക്രട്ടറി C സുമേഷ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മുൻകാലങ്ങളിൽ MP കാണണമെങ്കിൽ ബ്രാഞ്ച്, ലോക്കൽ ഏരിയ സെക്രട്ടറി മുതലുള്ളവരുടെ അനുമതിയോടെ പാലക്കാട് എത്തിയാൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ട് മടങ്ങാൻ കഴിയൂ എന്നും കഴിഞ്ഞ 5 വർഷമായി UDF ഇലക്ഷൻ വാഗ്ദാനം അനുസരിച്ച് പൊതുജനങ്ങൾക്ക് ഏതു സമയത്തും MP നേരിട്ട് കാണാൻ കഴിഞ്ഞെന്നും VK ശ്രീകണ്ഠൻ MP മണ്ണാർക്കാട് പറഞ്ഞു. മണ്ണാർക്കാട് UDF കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ എനിക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പറയാനുള്ള ഒറ്റ കാര്യം, 23 വർഷക്കാലം ഇവിടെ ഇതിനു മുമ്പ് MP-മാരുണ്ടായിരുന്നു. ആ MP-മാരുടെ ജനസാമീപ്യം എന്തായിരുന്നു, അവരുടെ ഇടപെടലുകൾ എന്തായിരുന്നു, ഓരോ പ്രദേശത്തും എങ്ങനെയായിരുന്നു, അതുപോലെ ഈ 5 വർഷം എങ്ങനെയായിരുന്നു എന്ന് ചർച്ച ചെയ്യാനുള്ള സമയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയാണ് എന്നെ വിലയിരുത്തേണ്ടത്. UDF സ്ഥാനാർത്ഥിയാക്കി എന്നെ അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 2019 ഇലക്ഷൻ കാലത്ത് നമ്മൾ എല്ലായിടത്തും മുമ്പ് പറഞ്ഞു, മുൻകാലങ്ങളിൽ MP-മാരെ കാണണമെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി, അതുപോലെ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ഇങ്ങനെ മറഞ്ഞു പോയി ദിവസങ്ങൾ കഴിയുമ്പോൾ പാലക്കാട് എത്തിയ അദ്ദേഹത്തിൻ്റെ PA-നെ പോലും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ ആകില്ല UDF-ന്റെ പ്രതിനിധി ജയിച്ചാൽ എന്ന് നമ്മൾ വാക്ക് കൊടുത്തിരുന്നു. 100% അത് നമുക്ക് പാലിക്കാൻ കഴിഞ്ഞു. ജില്ലയുടെ പല പ്രദേശത്തു നിന്നും മണ്ഡലത്തിലല്ലാത്തവരും വന്നാലും അവരെ കാണാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഇടപഴകാനും, അത് ജാതി മതം നോക്കിയോ അല്ലെങ്കിൽ കടുത്ത രാഷ്ട്രീയം നോക്കിയോ അല്ല, പൊതു ഇടങ്ങളിലൊക്കെ MP എന്നുള്ള നിലയിൽ എന്നെ UDF ഏൽപ്പിച്ച ഉത്തരവാദിത്തം 100% ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിമാനകരമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ, തെറ്റായ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നു. മാർച്ച് 31-നാണ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്. മാർച്ച് 31-ന് ഏകദേശം എല്ലാ ചെലവുകളുടെയും കണക്ക് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കും. അപ്പോൾ MP ഫണ്ട് ചെലവഴിച്ച കാര്യത്തിൽ എനിക്കറിയാം, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഈ 2 വർഷം MP ഫണ്ട് ലഭിക്കാതിരുന്നിട്ടും പാലക്കാട് MP-ക്ക് നിർണായകമായി ഇടപെടാനും പദ്ധതികൾ നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് ആധികാരികമായി തെളിവ് സഹിതം എനിക്ക് പറയാൻ കഴിയും. ഈ തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചാൽ അത് അവസാനത്തെ വോട്ടവകാശം വിനിയോഗിക്കലാകുമെന്ന് KTDC ചെയർമാൻ PK ശശി. LDF അലനല്ലൂർ ലോക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. RSSന്റെ നിയന്ത്രണത്തിലുള്ള BJP ഗവൺമെൻറ്റാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ സംശയം വേണ്ട, വോട്ടവകാശം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന് PK ശശി പറഞ്ഞു. അവസാനത്തെ വോട്ടവകാശം വിനിയോഗിക്കലായിരിക്കണമോ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുതന്നെയാണ്. എന്താ അങ്ങനെ പറയാനുള്ളൊരു കാരണം? അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. നിലവിലുള്ള ഈ സംവിധാനം തന്നെയാണ് RSSന്റെ നിയന്ത്രണത്തിലുള്ള BJPയുടെ ഒരു ഗവൺമെൻറ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഒരു സംശയവും വേണ്ട, വോട്ടിംഗ് റൈറ്റ് ഉൾപ്പെടെ വോട്ടവകാശം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ പൂർണ്ണമായും നിഷേധിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അർത്ഥം രാജ്യത്തിൻ്റെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടും എന്നാണ്. അലനല്ലൂർ PPH കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷനിൽ K രവികുമാർ അധ്യക്ഷനായി. UDF MP-മാർ ജനങ്ങളുടെ വിഷയങ്ങൾ ഗൗരവത്തോടെ പാർലമെന്റിൽ ഉയർത്തുന്നില്ലെന്ന് സ്ഥാനാർത്ഥി A വിജയരാഘവൻ പറഞ്ഞു. ജനങ്ങളുടെ വിഷയങ്ങൾ ഗൗരവപൂർവം ശക്തിയോടെ ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തപ്പെടുന്നില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്, ഈ പാർലമെന്റിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജീവിതവുമായി ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങൾ ഏറ്റവും കരുത്തോടെ പാർലമെൻറ്റിൽ ഉന്നയിക്കണമെങ്കിൽ ഇടതുപക്ഷ MP-മാരുണ്ടാവണം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കൂടുതലായി. ആ കൂട്ടത്തിൽ പാലക്കാട് നിന്നുള്ള ഒരു ഇടതുപക്ഷ MP എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ പോരാടി മുന്നോട്ട് പോകുന്ന പാവപ്പെട്ട ജനതയ്ക്ക് ഏറ്റവും വലിയ കരുത്താകും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പൊറ്റശ്ശേരി മണികണ്ഠൻ, ഷൗക്കത്തലി കുളപ്പാടം, K ഷറഫുദ്ദീൻ, K അബ്ദു,
കെ എ സുദർശനകുമാർ, പി മുസ്തഫ, വി അബ്ദുൾ സലീം, വിനോദ് തെങ്കര, എം ജയകൃഷ്ണൻ, ടോമി തോമസ്, പി സയ്യിദ്, മാലിനി, കെ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എടത്തനാട്ടുകര ലോക്കൽ കൺവെൻഷനും പി കെ ശശി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി തൃത്താലയിലെ മുൻ ലീഗ് നേതാവ് യു ഹൈദ്രോസ്. ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞുള്ള മുതലെടുപ്പ് മാത്രമാണിപ്പോൾ ലീഗ് നടത്തുന്നതെന്നും BJPയെ നേരിടുന്നതിൽ തീർത്തും പരാജയമാണ് ഇപ്പോഴത്തെ ലീഗ് നേതൃത്വമെന്നും യു ഹൈദ്രോസ് പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 43 വർഷമായി മുസ്ലിം ലീഗിനൊപ്പം നിന്ന തൃത്താല മണ്ഡലത്തിലെ സീനിയർ നേതാവും ലീഗ് ദേശീയ കൗൺസിലർ, സംസ്ഥാന കൗൺസിലർ, STU സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം, ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചയാളുമാണ് യു ഹൈദ്രോസ്. ദീർഘകാലം തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗവും 1 കൊല്ലക്കാലം പ്രസിഡന്റ്, 5 വർഷക്കാലം വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ലീഗ് നേതൃത്വത്തിന്റെ തെറ്റായ നയങ്ങളിലും നിലപാടുകളിലും പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷത്തേക്ക് പോകുന്നതെന്ന് യു ഹൈദ്രോസ് പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ലീഗിലെ ജില്ലാ, മണ്ഡലം ഭാരവാഹികൾ തനിക്കെതിരെ രംഗത്ത് വന്നുവെന്നും പിന്നോക്ക ന്യൂനപക്ഷ പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയാണ് ലീഗെന്നും യു ഹൈദ്രോസ് ആരോപിച്ചു. CAA വിഷയത്തിൽ പാർട്ടി നിലപാട് എടുക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയായി ലീഗ് മാറി. പൊന്നാനി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ ഹംസയും താനുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് മാറിയതാണെന്നും തൻ്റെ കൂടെ വേറെയും ആളുകൾ LDFുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരായി രംഗത്ത് വരുമെന്നും യു ഹൈദ്രോസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2000 വരെ 1980 മുതൽ 2000 വരെ തൃത്താല ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്നു. 1 കൊല്ലക്കാലം പ്രസിഡന്റും 5 കൊല്ലക്കാലം വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്നു. അങ്ങനെ കിൻഫ്രയുടെ ഡയറക്ടറായിരുന്നു. കിൻഫ്ര അതിന് ഡയറക്ടറായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചുമതലകൾ വഹിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ചില ജില്ലാ നേതൃത്വത്തിന്റെയും മണ്ഡല നേതൃത്വത്തിന്റെയും ഒക്കെ കുൽസിത ഫലമായി ഞാൻ പാർട്ടിയിൽ മാറി നിൽക്കുന്ന ഗതികേട് വന്നു. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചില നേതാക്കൾ സീനിയറായ എന്നെ മറികടക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് ജില്ലയിലേക്ക് പ്രവേശിക്കാനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ചില ആളുകളുടെ ഒത്താശയുമായപ്പോൾ അത് പൂർത്തിയാക്കപ്പെട്ടു. അങ്ങനെ 3 കൊല്ലക്കാലമായി ഞാൻ മാറി നിൽക്കുകയാണ്. ഞാൻ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രവർത്തന രംഗത്ത് ഇറങ്ങാറില്ല. ഞാൻ ഈ 3 കൊല്ലക്കാലത്തിന്റെ അടുത്ത് നേതൃത്വത്തിന് മുഴുവൻ കത്ത് എഴുതിയിട്ടുണ്ട്. ദീനീ കാര്യങ്ങളും മതകാര്യങ്ങളൊക്കെ കൂട്ടിക്കുഴച്ചു കൊണ്ടുപോകുന്നതാണ് മുസ്ലിം ലീഗ്. അതിന് തീരെ അത് സമ്മതിക്കുന്നില്ല. സത്യത്തിന്റെ കൂടെ നിൽക്കണം, നേരിന്റെ കൂടെ നിൽക്കണം. ഇപ്പൊ നേരിന്റെ കൂടെ അല്ല, അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ തയ്യാറാണ്. മാത്രമല്ല, ഇപ്പൊ CAA-ക്കെതിരായിട്ട് പ്രവർത്തിക്കേണ്ട പാർട്ടി യാതൊന്നും പറയുന്നില്ല. NIA-ക്ക് എതിരായിട്ട് വോട്ട് ചെയ്യേണ്ട സമയത്ത് അവിടെ അതിൽ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തില്ല. പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന പ്രഭാത യോഗത്തിലും യു ഹൈദ്രോസ് പങ്കെടുത്തിരുന്നു. ഷൊർണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ കയറി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി 63-കാരനായ തമിഴ്നാട് സ്വദേശിക്ക് 83 വർഷം കഠിന തടവും 4,30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി അതിവേഗ കോടതി. 2022 ഷൊർണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ കേസിലാണ് ശനിയാഴ്ച കോടതി വിധി പറഞ്ഞത്. 16 വയസ്സുള്ള ബന്ധുവായ പെൺകുട്ടിയെ താമസ വീട്ടിൽ വെച്ച് ഗുരുതര ലൈംഗിക അതിക്രമം നടത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന കേസിലാണ് പ്രതി തമിഴ്നാട് കള്ളക്കുറിച്ചി രാമർകോയിൽ സ്ട്രീറ്റ് 63-കാരനായ അൻപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലായി പ്രതിക്ക് 83 വർഷം കഠിന തടവും 4,30,000 രൂപ പിഴയും പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷ വിധിച്ചു. പിഴ സംഖ്യ ഇരയ്ക്ക് നൽകാനും വിധിയായി. 40 വർഷം ശിക്ഷ തുടർച്ചയായി അനുഭവിക്കണം. ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ PM ഗോപകുമാറാണ്. 18 സാക്ഷികളെ വിസ്തരിച്ച് 21 രേഖകൾ ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു.
ഒറ്റപ്പാലം നഗരസഭയിലെയും അമ്പലപ്പാറ പഞ്ചായത്തിലെയും വിവിധ പ്രദേശങ്ങളിലേക്ക് കാഞ്ഞിരപ്പുഴ കനാൽ വഴി വെള്ളം എത്താത്തതിനെതിരെ ജനപ്രതിനിധികളും പ്രദേശവാസികളും കണ്ണിയമ്പുറത്തെ കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പ്രദേശങ്ങളിലേക്ക് ഉടൻ വെള്ളം എത്തിക്കുമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കാഞ്ഞിരപ്പുഴ കനാൽ വഴി വെള്ളം നൽകുന്നത് അടുത്ത ദിവസങ്ങളിലായി താൽക്കാലികമായി നിർത്താനൊരുങ്ങുന്ന സാഹചര്യത്തിലാണ് കൈക്കനാൽ വഴി വെള്ളമെത്താറുള്ള ഒറ്റപ്പാലം നഗരസഭയിലെയും അമ്പലപ്പാറ പഞ്ചായത്തിലെയും വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്താത്തതിനെ തുടർന്ന് ജനപ്രതിനിധികളും പ്രദേശവാസികളും കാഞ്ഞിരപ്പുഴ ഇറിഗേഷന്റെ കണ്ണിയമ്പുറത്തെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. കുടിവെള്ളക്ഷാമം കൊണ്ട് പൊറുതിമുട്ടിയ ഒറ്റപ്പാലം നഗരസഭയിലെ 1236 വാർഡുകളിലെയും അമ്പലപ്പാറ പഞ്ചായത്തിലെ 17, 18, 19, 20 വാർഡുകളിലെയും ജനങ്ങളാണ് വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുന്നത്. കനാൽ വഴി വെള്ളം എത്തുന്നതോടെ കിണറുകളിൽ വെള്ളം ഉണ്ടാകുകയാണ് പതിവ്. വെള്ളം എത്താതായതോടെ കുടിവെള്ളത്തിനടക്കം പ്രതിസന്ധിയായി. ഇതോടെയാണ് പ്രതിഷേധമുണ്ടായത്. പ്രദേശങ്ങളിലേക്ക് ഉടൻ വെള്ളം എത്തിക്കാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായി KPIPയുടെ കനാലിൽ നിന്ന് ലഭ്യമാകിടുന്ന ഒരു തുള്ളി വെള്ളം പോലും ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിക്കോ അത് കഴിഞ്ഞ് എൻഡിങ് പോയിന്റ് ആയിട്ടുള്ള അമ്പലപ്പാറയിലേക്കോ ലഭിക്കുന്നില്ല. അതിനു മുമ്പ് ലഭിച്ചിരുന്ന വെള്ളം 2 വർഷത്തിന് ശേഷം ലഭിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ പല പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകുമാർ സാറുമായി സംസാരിച്ചതാണ്. ചില ഒഴിവൊഴിവുകൾ പറയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വെള്ളം ലഭിക്കുന്ന നടപടികൾ എടുക്കാത്തതുകൊണ്ടാണ് ഇന്ന് പത്രത്തിലടക്കം വാർത്തയുണ്ട്, നാളത്തോടുകൂടെ അവർ വെള്ളം നിർത്തുകയാണ്, എല്ലായിടത്തും എത്തി എന്ന രൂപത്തിലാണ് KPIP വാർത്ത കൊടുത്തിരിക്കുന്നത്. പക്ഷേ വെള്ളമെത്താത്ത നിരവധിയായ പ്രദേശങ്ങളുണ്ട്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ ലെവിൻ സാർ വിത്ത് ഫോണിൽ ഇവിടെ അവരായിട്ട് വിളിച്ചു വരുത്തിയ നിയമപാലകരുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഫോണിൽ ഞങ്ങൾ വെള്ളം എത്തിച്ചിരിക്കും, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം കുറവ് ചെയ്യാതെ തന്നെ വന്നുകൊണ്ടിരിക്കും, അവിടെ അമ്പലപ്പാറ എൻഡിങ് പോയിന്റിൽ വെള്ളം എത്തിയതിന് ശേഷം മാത്രമേ കനാൽ ക്ലോസ് ചെയ്യൂ എന്ന് ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഒറ്റപ്പാലം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ ടി ലത, കൗൺസിലർമാരായ M അക്ബർ അലി, ടി സബിത, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ, വാർഡ് മെമ്പർമാരായ K പ്രകാശ്, MN സുരേന്ദ്രനുണ്ണി, MM ബിന്ദു, P ഗംഗാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P സ്മിത തുടങ്ങിയവരും നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. കടമ്പഴിപ്പുറത്ത് റോഡ് ഷോയുമായി പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം അണിനിരന്നു. മണ്ണമ്പറ്റ റോഡ് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോ തിയ്യൂർ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി സംസാരിച്ചു. നേതാക്കളായ K സലീഖ, S അജയകുമാർ, K പ്രേംകുമാർ MLA, M ഹംസ, P അരവിന്ദാക്ഷൻ, P സുബ്രഹ്മണ്യൻ, M മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ആദ്യം ഉന്നയിച്ചത് CPM ആണെന്നും കോൺഗ്രസ് ഇല്ലാത്ത ഭാരതത്തിന്റെ പ്രയാസം ഇപ്പോഴവർക്ക് മനസ്സിലായെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PB അബ്ദുൾ വഹാബ് MP പറഞ്ഞു. UDF മണ്ണാർക്കാട് നിയോജക മണ്ഡല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് വിരുദ്ധത മാത്രം പറഞ്ഞ് കോൺഗ്രസിനെ ദുർബലമാക്കിയത് ഇടതുപക്ഷമാണ്. ഇവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം BJP ഏറ്റെടുക്കുകയായിരുന്നു. രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതായാലുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴാണ് ഇടതുപക്ഷം തിരിച്ചറിയുന്നത്. ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറാവണം. മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഓരോ പ്രവർത്തകരും എല്ലാ വിഭാഗത്തിലും എല്ലാ നമ്മുടെ പോഷക സംഘടനകളുടെയും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളുടെയും മറ്റ് ഘടകകക്ഷികളെല്ലാം ഈ കാര്യത്തിൽ നമുക്കറിയാം. നമുക്ക് ആരാണ് ഇവിടുന്ന് പോകേണ്ടതിലേക്ക് വ്യക്തമായിട്ട്. പക്ഷേ എത്ര ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒന്ന് കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ നമുക്കിതിന് കൂടുതൽ ഭൂരിപക്ഷം വാങ്ങാൻ സാധിക്കും. അതിന് തക്ക മറുപടി നമുക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കാൻ സാധിക്കും, LDFന് കൊടുക്കാൻ സാധിക്കും. കാരണം ഇന്ത്യയിലെ ഈ കോൺഗ്രസ് വിരോധം ചെറുപ്പം മുതലേ കുത്തിവെച്ചത് കൊണ്ടാണ്, മറ്റൊന്നുമല്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് അവർ പറഞ്ഞതിന് മുമ്പ് തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ വിഷം കുത്തിവെച്ചിട്ടുള്ളത്. UDF ചെയർമാൻ റഷീദ് ആലായൻ അധ്യക്ഷത വഹിച്ചു.
മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ MLA മുഖ്യാതിഥിയായി. 10 വർഷം ഭരിച്ച BJP ഭരണനേട്ട വിലയിരുത്തൽ നടത്താതെ പൗരത്വ ബില്ല് ഉയർത്തിയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും എം ഷംസുദ്ദീൻ MLA പറഞ്ഞു. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പക്ഷെ അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ കനലുപാകി ഈ രാജ്യത്ത് വംശീയതയുടെ മണ്ണായി ഈ പവിത്രമായ രാജ്യത്തെ മാറ്റാനിരിക്കുകയാണ്. എന്തിനാ ഇതൊക്കെ പറയുന്നത്? യഥാർത്ഥമായ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യരുത്. ഇപ്പൊ CAA ആണ് ചർച്ച. എന്നാൽ ശരിക്ക് ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 10 കൊല്ലം ഭരിച്ചവരല്ലേ? 10 കൊല്ലം ഭരിച്ചിട്ട് ഇന്ത്യയിൽ എന്ത് നേടി? 10 കൊല്ലം ഭരിച്ചിട്ട് ലോകത്തെ പട്ടിണി രാജ്യങ്ങളായ 30 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് അടുത്ത കാലത്ത് ഇന്ത്യയും കൂടി ചെന്നുപെട്ടു. അതാണ് മോഡിയുടെ 10 കൊല്ലത്തെ ഭരണത്തിന്റെ മേന്മ. തൊഴിലില്ലായ്മ ലോകത്ത് രൂക്ഷമായ രാഷ്ട്രങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി. 30 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ട് UPSCയെ കൊണ്ട് അത് നിയമനം നടത്തിക്കാത്ത ഗവൺമെന്റാണ് മോഡിയുടെ ഗവൺമെന്റ്. നേതാക്കളായ കളത്തിൽ അബ്ദുള്ള, മരക്കാർ മാരായമംഗലം, P. ബാലഗോപാൽ, VD ജോസഫ്, TA സിദ്ദീഖ്, TA സലാം, ജോഷി പള്ളിനീരാക്കൽ, A. അയ്യപ്പൻ, M. ഹംസ, PR സുരേഷ്, P. അഹമ്മദ് അഷ്റഫ്, PV രാജേഷ്, C. മുഹമ്മദ് ബഷീർ, അസീസ് ഭീമനാട്, അബൂബക്കർ കല്ലടി, അരുൺകുമാർ പാലകൃഷി, P. റഫീഖ, ഗഫൂർ കോൽകളത്തിൽ, V. പ്രീത, മനോജ്, UDF കൺവീനർ PC ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ MP പങ്കെടുത്തു സംസാരിച്ചു. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് ആദ്യ ആറാട്ടിനുള്ള എഴുന്നള്ളിപ്പ്. ഇനി 11 ദിനരാത്രങ്ങൾ ഉത്സവ കാഴ്ചകൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളാലും ക്ഷേത്രനഗരി ഭക്തിസാന്ദ്രമാകും. ആഘോഷങ്ങൾക്കുപരി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും താന്ത്രിക ചടങ്ങുകൾക്കും പ്രാധാന്യം നൽകുന്ന മഹോത്സവമാണ് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം. വള്ളുവനാട്ടിലെ പൂരങ്ങളുടെ പൂരമായാണ് തിരുമാന്താംകുന്നിലെ ഉത്സവത്തെ വിശേഷിപ്പിക്കുന്നത്. ഭഗവതിക്കും ഭഗവാനും ഒരേ സമയം ഉത്സവ ചടങ്ങുകൾ നടക്കുന്നു എന്നതാണ് പ്രത്യേകത. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പൂരപ്പുറപ്പാടോടെ 11 ദിവസത്തെ ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കും തുടക്കമാകും. ഗജവീരന്മാരുടെ അകമ്പടിയോടെ ആദ്യ ആറാട്ടിന് ഭഗവതിയെ എഴുന്നള്ളിക്കും. 11 ദിവസങ്ങളിൽ ഭഗവതിക്ക് 21 ആറാട്ടും 8ാം പൂര ദിവസം ഭഗവാന് ഒരാറാട്ടുമാണ് നടത്തിവരുന്നത്. പൂരപ്പുറപ്പാടിന് പെരുവനം സതീശന്മാരാരുടെയും 10ാം പൂരത്തിന് പെരുവനം കുട്ടന്മാരാരുടെയും പ്രമാണത്തിൽ പഞ്ചാരിമേളം തിരുമുറ്റത്ത് അരങ്ങേറും. വിവിധ ദിവസങ്ങളിൽ പ്രമുഖ വാദ്യകലാകാരന്മാരുടെ പഞ്ചവാദ്യവും തായമ്പകയും മേളവും ഉണ്ടാകും. 11ാം പൂരത്തിന് വൈകിട്ട് 6:30 മട്ടന്നൂർ ശ്രീകാന്ത്, ശ്രീരാജ് എന്നിവരുടെ ഡബിൾ തായമ്പകയും കല്ലൂർ സന്തോഷ് സംഘത്തിന്റെ പഞ്ചമദളക്കേളിയും പൂരപ്രേമികൾക്ക് വാദ്യാസ്വാദനം പകരും. 2ാം പൂര ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് 4:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഈ വർഷത്തെ മാന്ധാത്രി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കും. നങ്ങ്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, കഥകളി, നൃത്തസന്ധ്യ, നാടൻപാട്ട്, വയലിൻ നാദലയ വിസ്മയം, സംഗീതസന്ധ്യ, ഭക്തിഗാനമേള, ചവിട്ടുകളി തുടങ്ങിയ വിവിധ പരിപാടികൾ പൂരാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. മണ്ണാർക്കാട് അരിയൂർ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല അർപ്പണം മാർച്ച് 19-നും മെഗാ തിരുവാതിര ഏപ്രിൽ 28-നും നടത്തും. പൊങ്കാല സമർപ്പണത്തിലും തിരുവാതിരയിലും 100 കണക്കിന് പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സ്വപ്ന സാക്ഷാത്കാരത്തിനും വേണ്ടി സ്ത്രീകളാണ് പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളാവുക. ക്ഷേത്രം തന്ത്രി പന്തലക്കോട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വർഷം നടന്നു. കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്. ഈ വർഷം അത് മാർച്ച് 19-നാണ്. അടുത്ത ചൊവ്വാഴ്ചയാണ് പൊങ്കാല. അപ്പോൾ പൊങ്കാല നമ്മൾ ഈ എല്ലാവരും സ്ത്രീജനങ്ങളെ നല്ല ഭക്തിയോട് കൂടിയിട്ട് അവരെ കൈകൊണ്ട് പായസം വെച്ച് ദേവിക്ക് പായസവും വെള്ളനിവേദ്യം വെച്ച് ദേവിക്ക് സമർപ്പിക്കുന്നതാണ് പൊങ്കാല. നമ്മളെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സ്വപ്ന സാക്ഷാത്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേക വഴിപാടാണ് പൊങ്കാല. ദേവി ഇറങ്ങി വന്ന് ദേവി നമ്മളെ കൂടെ ഉണ്ടായിട്ട് നമ്മൾ ഓരോ സ്ത്രീകളും ദേവിയുടെ രൂപത്തിലാണ് പൊങ്കാല നമ്മൾ സമർപ്പിക്കുക. 19-ന് രാവിലെ 6 മണിക്ക് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, അഭിഷേകം
8 മണിക്ക് പണ്ടാര അടുപ്പിൽ തീ പകരൽ, 9:30 നിവേദ്യം, 10 മണിക്ക് അന്നദാനം എന്നിവ നടത്തും. ഏപ്രിൽ 28 മെഗാ തിരുവാതിര. അരിയൂർ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം മാതൃസമിതിയാണ് തിരുവാതിര സംഘടിപ്പിക്കുന്നത്. 200 പേർ പങ്കെടുക്കും. സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അരിയൂർ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം. 2015 മുതലാണ് മാതൃസമിതിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത്. മാതൃസമിതിയുടെ പ്രവർത്തനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് മാതൃകയാക്കുക എന്നതുകൂടിയാണ് ഈ സംഘാടനത്തിൻ്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2019 ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ വന്നത്. സാമൂതിരി നടത്തിയിരുന്ന അമ്പലമായിരുന്നു, അത് തകർന്നതാണ്. വലിയൊരു ശ്രീകോവിലാണ് ക്ഷേത്രത്തിൻ്റെ. പിന്നെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം മാത്രമല്ല, സേവന പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. മാതൃസ്നേഹം എന്ന പദ്ധതിയിലൂടെ പാവപ്പെട്ട രോഗികൾക്ക് 3 കിലോമീറ്റർ ചുറ്റളവിൽ ക്ഷേത്രത്തിൽ നിന്ന് ധനസഹായം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രം കാർത്തിക ദിവസമാണ് ക്ഷേത്രത്തിൽ വിശേഷമായി ഉത്സവം നടക്കാറ്. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമായതുകൊണ്ട് ഈ മാർച്ച് മാസത്തിൽ പൊങ്കാലി നടത്തുന്നുണ്ട്. ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ പി ശ്രീകുമാർ, ക്ഷേത്രം പ്രസിഡന്റ് കെ സരസ്വതി, ട്രസ്റ്റ് അംഗം ബാബു കോട്ടയിൽ, ജോയിന്റ് സെക്രട്ടറി സി മുരളി, മാതൃസമിതി വൈസ് പ്രസിഡന്റുമാരായ ഗിരിജ രാജേഷ്, ജനീഷ ശശിധരൻ, ട്രഷറർ മഞ്ജുഷ പ്രകാശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വികസനത്തോടൊപ്പം നിയമപരവും കൃത്യവുമായ ആസൂത്രണം ഉറപ്പാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. കേരള റിയൽ എസ്റ്റേറ്റ് നിയമം പാലിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കർശനമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് അതോറിറ്റി ചെയർമാൻ PH കുര്യൻ പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വികസനത്തോടൊപ്പം കൃത്യമായ ആസൂത്രണവും ഉറപ്പാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. ഭൂമി മുറിച്ചു വിൽക്കുന്നവരും തദ്ദേശ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥരും റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി നിയമങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നിയമപരമായി നടപ്പാക്കിയാൽ അനാവശ്യവും സങ്കീർണവുമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റിൻ്റെ രംഗത്തേക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ ഒരു അക്കൗണ്ടബിലിറ്റിയും അതിനൊരു നല്ലൊരു പ്ലാനും നിയമപരമായ ഒരു ബാധ്യതയുണ്ടാകും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിമാരും മറ്റുദ്യോഗസ്ഥരും ഈ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യമാണ്. ടൗൺ പ്ലാനർ ഇവിടെയുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും DDC മീറ്റിങ്ങിൽ ഇതൊരു അജണ്ടയായി വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിമാരും എല്ലാവരും ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ഈ നിയമത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനാവശ്യമായി പിന്നീടുണ്ടാകുന്ന പല കോംപ്ലിക്കേഷനുകളിലേക്കും പോകാതെ നിയമപ്രശ്നങ്ങളിലേക്ക് നീളാതെ പ്രശ്നങ്ങൾ തീരാൻ സാധിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ററ താല്പര്യമെടുത്തുകൊണ്ട് ഇവിടെ വന്ന് പെരിന്തൽമണ്ണയിൽ വെച്ചൊരു ബോധവൽക്കരണ പരിപാടി നടത്തിയത്. ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ച് നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. പെരിന്തൽമണ്ണ MPS റോയൽ ഷൂട്ട്സിലാണ് ബോധവൽക്കരണ പരിപാടി നടന്നത്. കേരള റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി ചെയർമാൻ PH കുര്യൻ IAS ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റിയൽ എസ്റ്റേറ്റ് നിയമം പാലിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വിമുഖത കാണിക്കുന്നതായി കേരള ചെയർമാൻ ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി ഈ നിയമം പാലിക്കാൻ നടപടിയെടുക്കണമെന്നും PH കുര്യൻ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ എഞ്ചിനീയർമാർ അത് ഞങ്ങളുടെ ജോലിയല്ല. ഇങ്ങോട്ട് ആരെങ്കിലും വന്നെങ്കിൽ ഞങ്ങൾ കൊടുക്കും. അപ്പോൾ അവർക്ക് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് ആ രീതിയിലാണ് കാണുന്നത്. വന്നവർ കൊടുക്കും. വരാത്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ നത്തിങ് പ്രിവെൻറ്റ്സ് എ മുനിസിപ്പൽ സെക്രട്ടറി ഓർ പഞ്ചായത്ത് സെക്രട്ടറി ടു കീപ്പ് എ ബോർഡ് സേയിങ് ദാറ്റ് ഇങ്ങനെ ഭൂമി മുറിച്ച് വയ്ക്കുന്നതിന് ഞങ്ങളുടെ പെർമിറ്റ് ആവശ്യമുണ്ടെന്ന്. ഒരു ബോർഡ് വെക്കുന്നതിന് വല്ല ചിലവുമുണ്ട്. പഞ്ചായത്തിൽ എന്തുമാത്രം ബോർഡുകൾ വെക്കുന്നുണ്ട്. അതുപോലെ ഒരു ബോർഡ് വെക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ആരെങ്കിലും ഇങ്ങനെ ഭൂമി മറിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ റൂൾ 6 പ്രകാരം 31 പ്രകാരമുള്ള ലേഔട്ട് അപ്രൂവൽ വേണ്ടിയെടുത്ത് അതും 6 പ്രകാരം വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റ് പെർമിറ്റ് 4 മുതൽ അങ്ങോട്ടുള്ള ആ സെക്ഷൻസിലുള്ള ഡെവലപ്മെൻറ്റ് പെർമിറ്റും ആവശ്യമാണ്. അതല്ലാതെ ചെയ്യുന്നവർക്ക് നിയമപരമായ നടപടി ഉണ്ടാകും എന്നൊരു ബോർഡ് വെക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതോറിറ്റി സെക്രട്ടറി സിബിൻ രാജൻ, ഡെപ്യൂട്ടി ഡയറക്ടർ PG പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അതോറിറ്റി ചെയർമാൻ PH കുര്യൻ, അതോറിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പ്രീത P മേനോൻ, മുൻ DGP ഡോക്ടർ B സന്ധ്യ, ചീഫ് ടൗൺ പ്ലാനർ H പ്രശാന്ത് എന്നിവർ ചർച്ച നയിച്ചു. ററ നിയമത്തിന്റെ പ്രാധാന്യവും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ററയും എന്നീ വിഷയത്തെ ബന്ധപ്പെടുത്തിയാണ് ചർച്ച നടന്നത്. കോട്ടപ്പാടം കുണ്ടലക്കാടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി. കുണ്ടലക്കാട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത നിർവഹിച്ചു. 101 ഗുണഭോക്താക്കളുണ്ട് നിലവിൽ പദ്ധതിയിൽ. കുണ്ടലക്കാടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്ന കുടിവെള്ള പദ്ധതിയാണ് യാഥാർത്ഥ്യമായത്.
മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും 18 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപയും വകയിരുത്തി മൊത്തം 24 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നിർമ്മിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത നിർവഹിച്ചു. ഈ നാട്ടിലെ വികസനം കൊണ്ടുവരുമ്പോൾ നിങ്ങളെക്കാൾ അധികം സന്തോഷിക്കേണ്ടതും അഭിമാനിക്കേണ്ടതും ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളിരിക്കുന്ന ഒരു ഭരണസമിതിയിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ, ഞങ്ങൾ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ, ഞങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കുണ്ടിലക്കാട് ഒരു കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള അഭിമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മൂന്നാളും ഇവിടെ ഇരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പടവിൽ ബാനു അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ മുത്തന്നിൽ റഫീന, അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ, എ ആർ സൈനാർ, കെ ടി അബ്ദുള്ള, മുഹമ്മദ് അലി മിഷ്കാത്തി, മുനീർ താളിയിൽ, പറമ്പത്ത് മുഹമ്മദ് അലി, ഉമ്മർ ഒറ്റകത്ത്, പി എം മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. കുഴൽക്കിണറിൽ നിന്നും വെള്ളം ടാങ്കിലേക്ക് എത്തിച്ച് തുടർന്ന് വീടുകളിലേക്ക് എത്തുന്ന രീതിയിലാണ് പദ്ധതിയുടെ പ്രവർത്തനം. 101 ഗുണഭോക്താക്കൾ നിലവിലുണ്ട്. ഒറ്റപ്പാലം അമ്പലവട്ടം പനമണ്ണ ശിവാനന്ദാശ്രമം വൈകുണ്ഠ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 5 ദിവസത്തെ ആറാട്ടുത്സവത്തിന് തുടക്കമായി. വെള്ളിയാഴ്ച കൊടിയേറ്റ് നടന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആറാട്ട് ഉത്സവത്തിനാണ് വെള്ളിയാഴ്ച തുടക്കമായത്. ക്ഷേത്രത്തിൽ ആദ്യമായാണ് ആറാട്ട് ഉത്സവം നടക്കുന്നത്. വെള്ളിയാഴ്ച ആറാട്ട് ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് നടന്നു. ക്ഷേത്രം തന്ത്രി ജ്ഞാനതീർത്ഥം സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും കർമ്മങ്ങളും കലശാഭിഷേക ചടങ്ങുകളും നടക്കും. 15 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും അരങ്ങേറും. 18-ന് പള്ളിവേട്ട നടക്കും. 19-ന് ആറാട്ട് ദിവസം ഉച്ചയ്ക്ക് സ്വരൂപാനന്ദ സരസ്വതി മഹാരാജിൻ്റെ അനുഗ്രഹ പ്രഭാഷണവും നടക്കും. വൈകിട്ട് 7 മണിക്ക് ഗജവീരൻ്റെയും വാദ്യഘോഷങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ എഴുന്നള്ളത്ത് നടക്കുമെന്ന് കമ്മിറ്റി സെക്രട്ടറി കെ വിജയലക്ഷ്മി പറഞ്ഞു. മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം മാർച്ച് 15-ാം തീയതി ആരംഭിച്ച് മാർച്ച് 19-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ്. 15-ാം തീയതി വിശേഷാൽ പൂജകളും മഹാഗണപതി ഹോമം, കലശാഭിഷേകം, മറ്റ് പൂജാതി കർമ്മങ്ങളെല്ലാം നടത്തുകയുണ്ടായി. വൈകുന്നേരം 6 മണിക്ക് കൊടികയറി. 16, 17 തീയതികളിൽ പൂജാതി കർമ്മങ്ങളെല്ലാം ഉണ്ടാവും. 17-ാം തീയതി വൈകുന്നേരം തിരുവാതിരക്കളി, കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ, തായമ്പക എന്നിവയെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. 18-ാം തീയതി പള്ളിവേട്ട, ഭക്തിപ്രഭാഷണം ഇവയെല്ലാം ഉണ്ടാവും. 19-ാം തീയതി സമാപന ദിവസം ആറാട്ട് എഴുന്നള്ളിപ്പ്, വാദ്യമേളത്തിൻ്റെയും താലപ്പൊലിയോടും കൂടിയിട്ടുള്ള ഭഗവാനെ ഉള്ളിലേക്കുള്ള എഴുന്നള്ളിപ്പ്. ഇതോടുകൂടി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആറാട്ട് ഉത്സവം സമാപിക്കും. മണ്ണാർക്കാട് ടൗണിൽ ട്രെയിലർ തകരാറിലായി. മണിക്കൂറുകളോളം ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ക്രെയിൻ എത്തി ലോറി നീക്കിയാണ് കുരുക്കഴിച്ചത്. ശനിയാഴ്ച രാവിലെ 8:30യോടെയാണ് പാലക്കാട് ഭാഗത്തു നിന്നെത്തിയ ട്രെയിലർ മണ്ണാർക്കാട് ആൽത്തറ ജംഗ്ഷനിൽ കേടായത്. റോങ് സൈഡിൽ വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് തകരാറിന് കാരണമായതെന്നാണ് അനുമാനം. ഇതോടെ ഗതാഗതം ഒരു ദിശയിലായി. മണ്ണാർക്കാട് ട്രാഫിക് പോലീസ് ഏറെ ശ്രമിച്ചാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ഇരുവശത്തെയും വാഹനക്കുരുക്ക് മണ്ണാർക്കാട് നെല്ലിപ്പുഴ വരെയും പോലീസ് സ്റ്റേഷൻ വരെയും നീണ്ടു. ക്രെയിനെത്തി ട്രെയിലർ വലിച്ചു മാറ്റുകയായിരുന്നു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. ഇനി വാണിജ്യ വാർത്തകൾ. ചെർപ്പളശ്ശേരിക്ക് പുത്തൻ വസ്ത്രത്തിളക്കവുമായി മാമാട്ടി ഫാഷൻ ലേഡീസ് ആൻഡ് കിഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. പട്ടാമ്പി റോഡിൽ ശങ്കർ ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വസ്ത്രവിപണന രംഗത്ത് ചെറുപ്പശ്ശേരിയിൽ കാൽനൂറ്റാണ്ടിന്റെ കയ്യൊപ്പ് ചേർത്ത് നിൽക്കുന്ന മാമാട്ടി ലേഡീസ് ആൻഡ് കിഡ്സ് ആണ് കൂടുതൽ പുതുമയോടെയും വിസ്തൃതിയിലും മാമാട്ടി ഫാഷൻ ലേഡീസ് ആൻഡ് കിഡ്സ് എന്ന പേരിൽ പട്ടാമ്പി റോഡിൽ ശങ്കർ ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ ശനിയാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
കൗൺസിലർ കെ സൗമ്യ, മറ്റ് വ്യാപാര, രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രമുഖർ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ലേഡീസ് ബോട്ടിക് ആൻഡ് കിഡ്സ് കാർണിവൽ തന്നെയാണ് മാമാട്ടി ഫാഷൻ ലേഡീസ് ആൻഡ് കിഡ്സിന്റെ പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. പെൺകുട്ടികൾക്കായി വ്യത്യസ്ത മോഡലുകളുള്ള ഫ്രോക്കുകളും ക്രോപ്പ് ടോപ്പുകളും സ്കേർട്സ് തുടങ്ങിയവയും ആൺകുട്ടികൾക്കായി ടീഷർട്ട്, ഷർട്ട്, ജീൻസ് പാൻറ് തുടങ്ങിയവയും മാമാട്ടിയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീ സൗന്ദര്യത്തിന് അഴകേകുന്ന വ്യത്യസ്തമായ ട്രെൻഡി കളക്ഷനുകളും ഇവിടെയുണ്ട്. ഇതുവരെ നൽകിയ സഹകരണവും പിന്തുണയും ഇനിയും ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ നമ്മളോട് ഭയങ്കര സഹകരണമുള്ളവരാണ്. കുറേ കാലമായിട്ട് ഞാൻ ഒരു 25 വർഷം ഏകദേശം ആയിപ്പത് തുടങ്ങിയിട്ട് ഒരു കുട്ടികളുടെ കട എന്നുള്ളൊരു ചെറിയൊരു കട നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ ആളുകൾ ഭയങ്കര നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആരാണിച്ചാലും ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കട നടത്തുന്ന ആളുകളാണിച്ചാലും എന്തെങ്കിലും ഒരു കുട്ടികളെ സാധനം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമാട്ടി പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നല്ല സഹകരണം. അത് ഓട്ടോറിക്ഷക്കാർ ഇല്ലെങ്കിൽ പോട്ടർമാർ വരെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ എല്ലാ സ്റ്റോക്കുകളും ആൺകുട്ടികളുടെ വെച്ചാൽ ഇപ്പോഴത്തെ പാരച്യൂട്ട് മോഡൽ, ഇപ്പോഴത്തെ എല്ലാ മോഡലും അതാണ് ഇപ്പോൾ മെയിൻ ഉദ്ദേശം. ഇപ്പോൾ ആൾക്കാരുടെ ടേസ്റ്റ് അതാണ്. പഴയ ടേസ്റ്റൊന്നും ആൾക്കാർക്ക് ഇതില്ല. ഇപ്പോൾ പുതുതേത് വരുന്നോ അത് മാത്രമേ ഒരു മാസം വരെയാണ് അത് നിൽക്കുള്ളൂ. അടുത്ത ട്രെൻഡ് അപ്പോഴേക്ക് വരികയാണ്. ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് നമ്മളൊരു വണ്ടി കൊടുക്കുക എന്നുള്ളൊരു ഇതിൽ ഒരു സ്കൂട്ടർ അപ്പോൾ 1000 രൂപ പർച്ചേസ് ചെയ്താൽ ഒരു കൂപ്പൺ കൊടുക്കും. അതിന് 1000 രൂപ 10,000 രൂപ എടുത്താൽ 10 കൂപ്പൺ കൊടുക്കും. അവരത് അതിലിട്ട് നറുക്കെടുത്തിട്ട് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് സമ്മാന കൂപ്പണും ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി യമഹ ഫസിനോ സ്കൂട്ടറും മറ്റ് നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിലിന് തുടക്കമായി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് കസ്റ്റമേഴ്സിനായി ഇമ്മാനുവൽ ഒരുക്കിയിരിക്കുന്നത്. വിഷു, ഈസ്റ്റർ, റംസാൻ, ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ എന്ന പേരിലുള്ള വസ്ത്രവിസ്മയ കാഴ്ചയാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ എല്ലാ ഷോറൂമുകളിലും ആരംഭിച്ചത്. പട്ടാമ്പി ഷോറൂമിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ വ്യാപാര സ്ഥാപനവും നിരവധിയായ പ്രൊമോഷൻ സ്കീമുകളാണ് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നത്. ഈ പ്രൊമോഷൻസ്, ഈ ക്യാമ്പയിനുകൾ എല്ലാം നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാരായ ആളുകൾക്ക്, പട്ടാമ്പിക്കാർക്ക് ഒരു മികച്ച ഷോപ്പിംഗ് അനുഭവം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ, സ്കീമുകൾ, സമ്മാന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർക്ക് സമ്മാനങ്ങൾ ലഭിക്കാനും അവരുടെ പർച്ചേസിനൊപ്പം മികച്ച ഒരു ഷോപ്പിംഗ് അനുഭവം ആക്കി തീർക്കുന്നതിനുള്ള അവസരമാണ് ലഭ്യമാകുന്നത്. ഈ അവസരം ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടുകാർക്ക് കഴിയട്ടെ.
ഷോറൂം മാനേജർ ഷിജോ വർഗീസ്, കസ്റ്റമർ റിലേഷൻസ് മാനേജർ മൊബേഷ് ടി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ്, സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ വേളേരി മഠം എന്നിവരും സ്റ്റാഫും ചടങ്ങിൽ പങ്കെടുത്തു. ഈ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നു. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പണും ലഭ്യമാണ്. ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷനുകൾ ഒരുക്കിയാണ് പെരുന്നാളിനായി ഇമാനുവൽ സിൽക്സ് ഒരുങ്ങിയിട്ടുള്ളത്. ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾക്കും കുടുംബസമേതം ഒരുങ്ങാൻ വൈവിധ്യമാർന്ന വസ്ത്രശ്രേണി തന്നെ ഇമാനുവലിൽ ഉണ്ട്. വധുവിനും വരനും അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, വെഡിംഗ് സ്യൂട്ട്, ഷെർവാണി, വെഡിംഗ് ധോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനോട് കൂടിയ ലേഡീസ് വെയർ വിഭാഗം, ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ ഒരുമിക്കുന്ന ജെൻസ് വെയർ വിഭാഗം, നിങ്ങളുടെ കുഞ്ഞോമനകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുമായി കിഡ്സ് വെയർ വിഭാഗം എന്നിവ ഇമാനുവൽ സിൽക്സിൻ്റെ പ്രത്യേകതയാണ്. ഈ ഉത്സവ സീസൺ സമൃദ്ധമാക്കാൻ കസ്റ്റമേഴ്സിൻ്റെ മനസ്സറിഞ്ഞ വിലയും സെലക്ഷനും സർവീസും ഒപ്പം നിരവധി സമ്മാനങ്ങളുമായാണ് ഇമാനുവൽ സിൽക്സ് ഒരുങ്ങിയിട്ടുള്ളതെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു. അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഫ്രീ ആയി കണ്ണട നൽകിയ ഒറ്റപ്പാലം സെയിൻസ് ഒപ്റ്റിക്കൽസ്. 25 പേർക്കുള്ള രണ്ടാം ഘട്ട കണ്ണട വിതരണം ശനിയാഴ്ച ഷോറൂമിൽ നടന്നു. 60 വയസ്സ് കഴിഞ്ഞ ഏറ്റവും അർഹരായ 150 പേർക്കാണ് ഒറ്റപ്പാലം സെയിൻസ് ഒപ്റ്റിക്കൽസ് ഫ്രീ ആയി കണ്ണടകൾ നൽകുന്നത്. 25 പേർക്കുള്ള രണ്ടാം ഘട്ട കണ്ണട വിതരണം ശനിയാഴ്ച ഷോറൂമിൽ വെച്ച് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അശ്വതി S എന്നിവർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ചെർപ്പളശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെയിൻസ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ അണ്ടറിലായിട്ട് നമുക്ക് സെയിൻസ് ഐ ക്ലിനിക് ഉണ്ട്, ഐ ഒപ്റ്റിക്കൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെയിൻസ് ഹോസ്പിറ്റൽ നെക്സ്റ്റ് മന്ത് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ സെയിൻസ് ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ വർഷങ്ങളിലായിട്ട് നമ്മൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ 60 വയസ്സ് കഴിഞ്ഞ 150 പേർക്ക് ഫ്രീ ആയിട്ട് കണ്ണട കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. അതിന്റെ ആദ്യ 25 പേരുടെ ഇനാഗുറേഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലായിട്ട് നടത്തി. ഇത് അടുത്ത 25 പേർക്കുള്ളതാണ്. ആ 150 പേരുടെ ഓൾമോസ്റ്റ് 150ന്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വന്നു. നമ്മുടെ രജിസ്റ്റർ അതിനുണ്ട്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിലാണ് നമ്മളുള്ളത്. സെയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 വർഷത്തോളമായി ബ്ലോക്ക് പഞ്ചായത്ത് അധികാരത്തിലേറി. ഞങ്ങൾ അധികാരത്തിലേറിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആരോഗ്യമേള സംഘടിപ്പിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ തുടർച്ചയായി 3 വർഷമായിട്ട് സെയിൻ ഗ്രൂപ്പിനോട് നല്ലൊരു ആത്മബന്ധം ഞങ്ങൾ പുലർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ഓരോ ആരോഗ്യമേള കഴിഞ്ഞ സമയത്ത് 8 പഞ്ചായത്തിൽ അവർക്ക് 4 ഏരിയകൾ 2 തവണയായിട്ട് 4 ഏരിയകളിൽ ഞങ്ങൾ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തും സെയിൻ ഗ്രൂപ്പും തമ്മിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിൻസ് ഗ്രൂപ്പ് MD ഹിദായത്തുള്ള, ജനറൽ മാനേജർ റിഷാദ്, മാർക്കറ്റിംഗ് മാനേജർ ഹാഷിം, സെയിൻസിന്റെ മറ്റു ടീം അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ പ്രവർത്തിക്കുന്ന സെയിൻസ് ഒപ്റ്റിക്കൽസ് മുഖേനയാണ് 150 പേർക്ക് സൗജന്യ കണ്ണട വിതരണം നടത്തുന്നത്. കാഴ്ച പരിമിതി നേരിടുന്ന 60 വയസ്സ് കഴിഞ്ഞ സമൂഹത്തിലെ എല്ലാവർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു. ആദ്യം വരുന്ന 150 പേർക്ക് മാർച്ച് 31 വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 9207828384 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആളുകൾക്കിടയിൽ ഗ്ലോക്കോമ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. മാർച്ച് 10 മുതൽ 16 വരെ നടന്ന ഗ്ലോക്കോമ വാരാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണുമായി ബന്ധപ്പെട്ട് ആളുകളിൽ നിശബ്ദമായി വന്നു ചേരുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമയില്ലാത്ത ലോകം എന്നാണ് ഈ വർഷത്തെ വാരാചരണത്തിൻ്റെ സന്ദേശം. അൽസലാമയിൽ നടന്ന ബോധവൽക്കരണ പരിപാടി മെഡിക്കൽ റെറ്റിന വിദഗ്ധൻ ഡോക്ടർ അനൂപ് കെ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യുണൈറ്റിംഗ് ഫോർ എ ഗ്ലോക്കോമ ഫ്രീ വേൾഡ്, അതായത് ഗ്ലോക്കോമ ഇല്ലാത്ത ഒരു
ലോകം, അതാണ് അവരുടെ സ്വപ്നം. അപ്പം പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ പ്രധാനമായിട്ട് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 90% ആളുകൾക്കും ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ചികിത്സ വളരെ വൈകിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിനാൽ ഈ ഒരു വാരം ഈ ഒരു സന്ദേശം നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും എത്തിക്കാനും പ്രധാനമായിട്ട് കണ്ണിലെ ഒരു തവണയെങ്കിലും കണ്ണിലെ പ്രഷർ ഒരു ഡോക്ടറെ കൺസൾട്ടേഷനും ചെയ്യാനും മാക്സിമം സഹായിക്കുക. മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ വീട്ടിൽ, ജനറൽ മാനേജർ അബ്ദുൽ കരീം എന്നിവരും ഹോസ്പിറ്റൽ ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ഗ്ലോക്കോമ ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച തിരിച്ചു കിട്ടാത്ത നിലയിലേക്ക് മാറാൻ സാധ്യത കൂടുതലാണെന്നും 40 വയസ്സിന് മുകളിലുള്ളവർ നിർബന്ധമായും നേത്ര പരിശോധന നടത്തുകയാണ് വേണ്ടതെന്നും ഡോക്ടർ അനൂപ് കെ പറഞ്ഞു. ഗ്ലോക്കോമ എന്നുള്ളത് ഇന്ന് നമ്പർ 1 കോസ് ഓഫ് ഇറിവേഴ്സിബിൾ, അതായത് കാഴ്ച നഷ്ടപ്പെട്ട ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാൽ നമ്മൾ പ്രായം ചെന്ന ആൾക്കാർ, ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകളെല്ലാം ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണിലെ പ്രഷർ, ഇപ്പോൾ പ്രഷറാണ് പ്രധാനമായി കണ്ണിലെ ഞരമ്പിനെ, കാഴ്ച ഞരമ്പിനെ ബാധിക്കുന്ന ഒരു മേജർ റിസ്ക് ഫാക്ടർ. അപ്പോൾ പ്രഷർ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരു 40 ഇയേഴ്സിന് മേലെ എല്ലാ വർഷവും നിങ്ങൾ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുമൂലം നമുക്ക് ഗ്ലോക്കോമ, അതായത് കണ്ണിലെ ഞരമ്പിനെ ബാധിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നേരത്തെ കണ്ടുപിടിക്കാൻ, അതിന് വിദഗ്ധമായി ചികിത്സ ലഭിക്കാനും നമുക്ക് സഹായമാകും. അപ്പം പ്രധാനമായിട്ട് പ്രായം, അപ്പം മോസ്റ്റ്ലി മോർ ദാൻ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ, കണ്ണിലെ പ്രഷർ കൂടിയ ആളുകൾ, ഫാമിലി ഹിസ്റ്ററി, അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമയുള്ള ആളുകളുണ്ടെങ്കിൽ അവർ നേരത്തെ വന്ന് ചെക്ക് ചെയ്യുക. പിന്നെ പ്രമേഹം, ഷുഗർ ഉള്ള ആളുകൾ, പിന്നെ കണ്ണിൽ വലിയ പവർ ഉപയോഗിക്കുന്ന, മൈനസ് പവർ, ഹൈ പവേഴ്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഇതിന് ചെക്ക് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. അൽസ്ലാമ കണ്ണാശുപത്രിയിൽ ഗ്ലോക്കോമയുടെ വിശദമായ പരിശോധന നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അംഗത്തിന് തീയതിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടക്കും. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 26-ന്, വോട്ടെണ്ണൽ ജൂൺ 4-ന്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കച്ചമുറുക്കി സ്ഥാനാർത്ഥികൾ. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാൻ പാലക്കാട്ടെ എംപിക്ക് കഴിഞ്ഞില്ലെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. ജനങ്ങൾക്ക് ഒരു എംപിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ 5 വർഷമെന്ന UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. ഈ തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചാൽ ജീവിതത്തിലെ അവസാനത്തെ വോട്ടവകാശം വിനിയോഗിക്കലാകുമെന്ന് മുൻ MLA PK ശശി. ജനങ്ങളുടെ വിഷയങ്ങൾ ഗൗരവത്തോടെ പാർലമെന്റിൽ ഉയർത്താൻ UDF MPമാർക്ക് കഴിഞ്ഞില്ലെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ. ഷൊർണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 83 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി അതിവേഗ കോടതി. തമിഴ്നാട് സ്വദേശി 63-കാരനായ അൻപിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. അങ്ങാടിപ്പുറത്ത് ഇനി പൂരനാളുകൾ. പ്രസിദ്ധമായ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് ഞായറാഴ്ച. 11 നാൾ ഇനി പൂരവിരുന്ന്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.